Students, Sri Anil Bandhari sold a house for rupees 20 lakhs on 1st November 2019. അതായത് ഒരു അസസി അനിൽ എന്ന് പറയുന്ന അസസി അദ്ദേഹത്തിൻ്റെ ഒരു ഹൗസ് 20 lakhsന് 1st November 2019 സെയിൽ ചെയ്തു. Then the house was constructed by him in 2000 at a cost of rupees 1,20,000. അതായത് അദ്ദേഹം ഈ ഒരു ഹൗസ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് 2000-ലായിരുന്നു. അതിൻ്റെ കോസ്റ്റ് ആണ് 1.2 lakhs എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്തു? യൂസ്ഡ് ഫോർ ഓൺ റെസിഡൻസ്, അദ്ദേഹത്തിൻ്റെ തന്നെ റെസിഡൻസിന് വേണ്ടി അത് യൂസ് ചെയ്തു. ബിസൈഡ്സ്, അതുകൂടാതെ ഹി ഹാസ് 2 more houses. ഓക്കെ, ദെൻ അതായത് ഇത് കൂടാതെ 2 ഹൗസും കൂടി അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം എന്താ ചെയ്തിരിക്കുന്നത്? 1st February 2020 he invested 10 lakhs to specified bond of NHAI. ഓക്കെ, അതായത് ആ ഒരു ഇൻവെസ്റ്റ്മെന്റ്, ഈ ഒരു അതോറിറ്റി ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ ഒരു ഇൻവെസ്റ്റ്മെന്റിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു അതോറിറ്റി ഇഷ്യൂ ചെയ്യുന്ന ആ ഒരു ബോണ്ടിലേക്ക് എന്ത് ചെയ്തു? 10 lakh rupees ഇൻവെസ്റ്റ് ചെയ്തു. ആഫ്റ്റർ കൺസ്ട്രക്ഷൻ he spent 24,400 in 2006-07 on improvement of house. അതായത് ഹൗസിന്റെ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? 2006-07 അദ്ദേഹം എത്ര രൂപ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്? 24,400 സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ദെൻ കമ്പ്യൂട്ട് ഹിസ് ടാക്സബിൾ ക്യാപിറ്റൽ ഗെയിൻ. ക്യാപിറ്റൽ ഗെയിൻ കണ്ടുപിടിക്കണം. അതോടൊപ്പം തന്നെ ഹി പെയ്ഡ് 3% ബ്രോക്കറേജ് ഫോർ സെല്ലിംഗ് ദ ഹൗസ്. ബ്രോക്കറേജ് ആയിട്ട് 3% പേ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ 10,000 അതർ എക്സ്പെൻസസ് ആയിട്ടും പേ ചെയ്തിട്ടുണ്ട്. ദെൻ 1st April 2001 ഇതിന്റെ ഫെയർ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് 1.4 lakhs, ദാറ്റ് ഈസ് 1,40,000. ഇവിടെ നമ്മൾ ഫെയർ മാർക്കറ്റ് വാല്യൂ തന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻ 2000-ലാണ് പറഞ്ഞിരിക്കുന്നത്. സോ 1st April 2001 മുൻപാണ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എങ്കിലും ഫെയർ മാർക്കറ്റ് വാല്യൂ ഓൺ 1st April 2001 എമൗണ്ട് ആയിരിക്കണം കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, അത് നമ്മൾ തിയറിയിൽ ഇതിനു മുൻപ് പഠിച്ചിരിക്കുന്നതാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ആൻസർ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എഴുതി. 20 lakhs ആണ്. ബ്രോക്കറേജ്, അതിൻ്റെ 3% ബ്രോക്കറേജും അതുപോലെ തന്നെ അതർ എക്സ്പെൻസസ് 10,000 ഉണ്ട്. അത് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് കൺസിഡറേഷൻ കിട്ടും. പിന്നെ ചെയ്യാവുന്നത് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ മൈനസ് ചെയ്യാം, കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റും മൈനസ് ചെയ്യാം. കോസ്റ്റ് ഓഫ് അക്വിസിഷനും കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റും മൈനസ് ചെയ്യുമ്പോൾ ഇവിടെ ഇൻഡെക്സേഷൻ അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ ഇവിടെ ഇത് ഈ ഒരു അസറ്റ് ഹെൽഡ് ചെയ്തിട്ട് സെയിൽ ചെയ്തിരിക്കുന്നത് മോർ ദാൻ 36 months ശേഷമാണ്. അതുകൊണ്ട് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ആണ്. ദർഫോർ വി ക്യാൻ അപ്ലൈ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആൻഡ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ്. സോ അത് മൈനസ് ചെയ്തു. മൈനസ് ചെയ്തപ്പോൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ നമുക്ക് കിട്ടി. ഇനി എന്ത് ചെയ്തു? ഇതിനകത്ത് 10 lakh rupees എന്താ ചെയ്തിരിക്കുന്നത്? NHAI ഇഷ്യൂ ചെയ്യുന്ന ആ ഒരു ബോണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുവാണ്. അതെന്നാ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്? വിതിൻ 6 months ആണ് അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. കാരണം എന്താണ്? ഇവിടെ ഡേറ്റ് പറയുന്നുണ്ടല്ലോ, February 2020-ലാണ് അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തത്. November 2019 സെയിൽ ചെയ്തു. എന്നിട്ട് February 2020 ഇൻവെസ്റ്റ് ചെയ്തു. അപ്പൊ 6 മാസത്തിനുള്ളിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്.
Therefore, section 54E(c) അനുസരിച്ചിട്ട് ആ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട് അസസിക്ക് എക്സംഷൻ ആയിട്ട് കിട്ടും. ഈ കിട്ടിയിരിക്കുന്ന ക്യാപിറ്റൽ ഗെയിനിൽ എക്സംഷൻ അവൈലബിൾ ആണ്. സോ ആ എക്സംഷൻ മൈനസ് ചെയ്യാം. ദെൻ റിമൈനിങ് 4,67,600 ആണ് ടാക്സബിൾ ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ഒരു 12th ക്വസ്റ്റ്യൻ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മിസ് മീനാക്ഷി ഹാഡ് പർച്ചേസ്ഡ് ഷെയർസ് ഇൻ എ കമ്പനി on 1st March 2004 for rupees 21,800. അതായത് 1st March 2004 ഈ അസസി ഒരു കമ്പനിയിലെ ഷെയർ പർച്ചേസ് ചെയ്തു. എന്നിട്ട് എന്താ ചെയ്തേ? പർച്ചേസ് ചെയ്തു. ദെൻ ഓൺ 1st March 2019 for rupees 22,300. അതായത് 1st March 2019 പർച്ചേസ് ചെയ്തു. അത് എത്രയാണ്? 22,300. എന്നിട്ട് എന്താ ചെയ്തിരിക്കുന്നത്? ഷീ സോൾഡ് ദ ഷെയർസ് ഓഫ് 1st March 2019 ഫോർ rupees 80,000. 1st March 2019 വാങ്ങിച്ച ഷെയർ എന്ത് ചെയ്തു? സെയിൽ ചെയ്തു. എന്നാണ് സെയിൽ ചെയ്തത്? 1st January 2020. എത്ര രൂപയ്ക്ക്? 80,000. എന്നിട്ട് എന്താണ് ചെയ്തിരിക്കുന്നത്? ഷീ ഓൾസോ സോൾഡ് ഹെർ ജ്വല്ലറി ഫോർ rupees 6 lakh ഓൺ ദ സെയിം ഡേ. അതേ ദിവസം തന്നെ ആ അസസിയുടെ കയ്യിലുണ്ടായിരുന്ന ജ്വല്ലറിയും സെയിൽ ചെയ്തു. വിച്ച് ഷീ ഹാഡ് പർച്ചേസ്ഡ് ഫോർ 1,83,000 ഓൺ 1st August 2006. അപ്പോൾ ഈ ജ്വല്ലറി അസസി പർച്ചേസ് ചെയ്തത് 1st August 2006 ഓക്കെ, അപ്പോൾ ഈ ഒരു ജ്വല്ലറി സെയിൽ ചെയ്തപ്പോൾ അതിൽ നിന്ന് കിട്ടുന്നത് എന്താണ്? ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ് കിട്ടുന്നത്. അതേസമയം ഈ ഷെയർ സെയിൽ ചെയ്തപ്പോൾ കിട്ടിയിരിക്കുന്നത് ഷോർട്ട് ടേം ആണ്. ഓക്കെ, സോ ഈ ഷെയർ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഇത് ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റും ജ്വല്ലറി ട്രാൻസ്ഫർ ചെയ്തപ്പോൾ അത് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റും ആണ്. ക്ലിയർ അല്ലേ? എന്നിട്ട് എന്താണ് ചെയ്തിരിക്കുന്നത്? ഷീ ഇൻവെസ്റ്റഡ് ദ ഫുൾ കൺസിഡറേഷൻ ഫ്രം സെയിൽ ഓഫ് ദീസ് അസറ്റ്സ് ഇൻ അക്വിസിഷൻ ഓഫ് എ ന്യൂ റെസിഡൻഷ്യൽ ഹൗസ് ഓൺ ദ സെയിം ഡേ. എന്നിട്ട് എന്ത് ചെയ്തു? ഈ കിട്ടിയിരിക്കുന്ന കൺസിഡറേഷൻ ദാറ്റ് ഈസ് 6 lakhs അതുപോലെ തന്നെ 80,000. ഈ കൺസിഡറേഷൻ അദ്ദേഹം എന്താ ചെയ്തിരിക്കുന്നത്? അതേ ദിവസം തന്നെ ഒരു പുതിയ ഒരു റെസിഡൻഷ്യൽ ഹൗസ് അക്വയർ ചെയ്യാനായിട്ട് യൂസ് ചെയ്തു, അല്ലെങ്കിൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്തു. ഓക്കെ, ദെൻ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്താൽ കൺസിഡറേഷൻ ആയിട്ട് കിട്ടിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിന് എന്ത് കിട്ടും? അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്താൽ ക്യാപിറ്റൽ ഗെയിനിൽ എക്സംഷൻ കിട്ടും. ഏത് ക്യാപിറ്റൽ ഗെയിനിലാണ് എക്സംഷൻ കിട്ടുന്നത്? ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിലാണ് എക്സംഷൻ കിട്ടുന്നത്. ഓക്കെ, ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? സെക്ഷൻ 54F. അതായത് ഈ കിട്ടിയിരിക്കുന്ന കൺസിഡറേഷൻ പുതിയ ഒരു ഹൗസ് വാങ്ങിക്കാനായിട്ട് ഉപയോഗിച്ചാൽ, ദാറ്റ് ഈസ് അതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ, പുതിയ ഹൗസിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് വരുന്ന എമൗണ്ടിന് എക്സംഷൻ കിട്ടും. ഓക്കെ, അത് എക്സംഷൻ കിട്ടുന്നത് എങ്ങനെയാണ്? ആ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട് ഈ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിനേക്കാൾ കൂടുതലാണെങ്കിൽ ഫുൾ എമൗണ്ട് ഓഫ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എക്സംഷൻ കിട്ടും. അതല്ല, ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനേക്കാൾ കുറവാണെങ്കിൽ പ്രപ്പോർഷൻ ബേസിസിലായിരിക്കും എക്സംഷൻ കിട്ടുന്നത്. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇനി കമ്പ്യൂട്ട് ടാക്സബിൾ ക്യാപിറ്റൽ ഗെയിൻ ഓഫ് മിസ് അസസി മീനാക്ഷി for the assessment year 2020-21, assuming that
She did not own any residential house on the date of sale of share and jewelry. ആ ജ്വല്ലറിയും ഷെയറും സെയിൽ ചെയ്യുന്ന ദിവസം ആ അസസിയുടെ കയ്യിൽ വേറെ ഒരു റെസിഡൻഷ്യൽ ഹൗസ് ഒന്നും തന്നെ ഇല്ല. പിന്നെ ഇൻഡെക്സേഷനും തന്നിട്ടുണ്ട്. ഓക്കെ, ഇൻഡെക്സേഷൻ തരാനുള്ള കാരണം ഇവിടെ ജ്വല്ലറി വാങ്ങിച്ചിരിക്കുന്നത് 2006 എന്നിട്ട് 2020 സെയിൽ ചെയ്തേക്കുന്നത്. സോ അതെന്താണ്? ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ആണ്. അപ്പോൾ അതിന്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയ 1,83,000 മൈനസ് ചെയ്യുമ്പോൾ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ നമുക്ക് മൈനസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ എന്ത് തന്നിരിക്കുന്നത്? ഇൻഡെക്സേഷൻ തന്നിരിക്കുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണെന്ന് നോക്കാം. നോക്കി, ആദ്യം ഷെയർ ആണ് സെയിൽ ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ പറഞ്ഞിരുന്നു. എന്താണ്? ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് ആണ്. സോ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ 80,000. അതിന്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇൻഡെക്സേഷൻ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല, ഷോർട്ട് ടേം ആയതുകൊണ്ട് 22,300. അവിടെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ കിട്ടി 57,700. ഓക്കെ, ഇനി എന്താണ് ചെയ്തിരിക്കുന്നത്? ഫുൾ ജ്വല്ലറി ആണ് സെയിൽ ചെയ്തത്. ജ്വല്ലറി 6 lakh rupeesനാണ് സെയിൽ ചെയ്തിരിക്കുന്നത്. അതിന്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എടുക്കുമ്പോൾ ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ആയതുകൊണ്ട് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ അപ്ലൈ ചെയ്തു. ദെൻ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? ഈ കിട്ടിയ 80,000 കൺസിഡറേഷൻ, ഷെയറിൽ നിന്ന് കിട്ടിയ 80,000 കൺസിഡറേഷനും ജ്വല്ലറിയിൽ നിന്ന് കിട്ടിയ 6 lakhs കൂടെ ചേർത്ത് 6,80,000 എന്ത് ചെയ്തു? പുതിയ ഒരു റെസിഡൻഷ്യൽ ഹൗസ് പർച്ചേസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തു. അതായത് ആ പുതിയ ഒരു റെസിഡൻഷ്യൽ ഹൗസിൽ ഇൻവെസ്റ്റ് ചെയ്തു. ഓക്കെ, അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിന് അസസിക്ക് എക്സംഷൻ കിട്ടും. ഏത് സെക്ഷൻ അനുസരിച്ച്? 54F അനുസരിച്ച്. അപ്പൊ ഇവിടെ എക്സംഷൻ കിട്ടുമ്പോൾ ഇവിടെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ 1,66,500 ആണ്. ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എത്രയാണ്? 6,80,000 ആണ്. ദാറ്റ് ഈസ് ദ കൺസിഡറേഷൻ ഫുൾ ആയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് മോർ ദാൻ ദി എമൗണ്ട് ഓഫ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. So the assessee get full amount exemption for long term capital gain under section 54F because of the investment amount is more than the amount of long term capital gain. Clear?